വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ. പേർഷ്യക്കാരൻ പുതിയാപ്പിളാണ് നമ്മുടെ ഫലൂദ. അത് ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തി തന്നതോ മുഗളന്മാരും. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഐസ്ക്രീംസും പിന്നെ എന്തൊക്കെ ഇടാൻ പറ്റുമോ അതൊക്കെ ഇടും. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം നമുക്ക്. അതായിട്ട് ഞാൻ 85 ഗ്രാംസിൻ്റെ ഒരു ജെല്ലി ക്രിസ്റ്റൽ സ്ട്രോബെറി ഫ്ലേവേർഡ് ജെല്ലി ക്രിസ്റ്റൽസ് ഒരു പാത്രത്തിലേക്ക് ഇടാൻ പോവുകയാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. ഇതൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അടുത്തതായി നമുക്ക് കസ്കസ് അല്ലെങ്കിൽ ബേസിൽ സീഡ്സ് 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. 1 ടേബിൾ സ്പൂൺ കസ്കസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫലൂദ സേവ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് 1 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പാക്കറ്റ് ഫലൂദ സേവ്, ഇത് നിങ്ങൾക്ക് ഷോപ്പിൽ പോയാൽ വാങ്ങിക്കാൻ കിട്ടും. ഫലൂദ സേവ് ഇത് ഞാൻ ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഞാൻ ഈ ഫലൂദ സേവ് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആവശ്യത്തിന് പഞ്ചസാര കൂടി ആഡ് ചെയ്യണം. അപ്പം നമ്മുടെ സേവ് റെഡി ആയിട്ടുണ്ട്. ഇതും ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പോവാണ്. ഇനി നമുക്ക് കസ്റ്റർഡ് ഉണ്ടാക്കാം. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് കുറച്ചൊരു തിക്നെസ് കുറഞ്ഞൊരു കസ്റ്റർഡ് ആയിരുന്നു. നിങ്ങൾക്ക് തിക്നെസ് കൂട്ടണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തോളൂ കേട്ടോ. അപ്പം ഞാനിവിടെ 1/2 ലിറ്റർ പാല് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ കസ്റ്റർഡ് മിക്സ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ പോവാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുകി വരണം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര കൂടി ആഡ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ 3 ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. ആപ്പിൾ, മാംഗോ, അനാർ, പിന്നെ നമുക്ക് കുറച്ച് ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും ഇപ്പം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫലൂദ ഗ്ലാസ്സിൽ എങ്ങനെ സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഞാനിവിടെ ഹെർഷീസിൻ്റെ ഒരു സ്ട്രോബെറി സിറപ്പ് എടുത്തിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടി. പിന്നെ നമ്മുടെ ജെല്ലി റെഡിയാണ്, കസ്റ്റർഡ് പ്രിപ്പറേഷൻ ആയിട്ടുണ്ട്, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് റെഡിയാണ്, ഫലൂദ സേവ് ഇവിടെ ഉണ്ട്, ബേസിൽ സീഡ്സ് ഉണ്ട്, ഫ്രൂട്ട്സും റെഡി. നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി അതിലേക്ക് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഫലൂദ സേവ് ആഡ് ചെയ്യാം. അതിനുശേഷം ഞാൻ കുറച്ച് കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കുറച്ച് ജെല്ലി കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ്. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചുകൂടി കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതിനെ ഭംഗിയാക്കി എടുക്കാം. അവസാനമായിട്ട് 2 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡാർ ഫലൂദ റെഡി. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ സ്ട്രോബെറി സിറപ്പ് മേലയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചെറി കൂടി വെച്ചിട്ട് ഇതിനെ ഒന്ന് മുഞ്ചാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പേർഷ്യക്കാരൻ പുതിയാപ്പിള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇനി ഇത് നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്നതിന് മുമ്പ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ദിസ് ഈസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.